ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 164 ഗുരുദേവൻ്റെ ഭാവപ്രകൃതം. ഭാഗം 164 ഗുരുദേവൻ്റെ ഭാവപ്രകൃതം ഇവിടെ ആരംഭിക്കുന്നു. വർക്കലയ്ക്കടുത്ത് നെടുങ്കണ്ടിയിലുള്ള ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു പിൽക്കാലത്ത് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായി തീർന്ന ശ്രീമാൻ സി കേശവൻ. അദ്ദേഹം നിയമപഠനത്തിനു ചേരാനായി ആ ജോലി രാജിവെക്കുകയുണ്ടായി. അപ്പോൾ ആ ഒഴിവിൽ ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാരുടെ മകൻ ഗോവിന്ദനാണ് നിയമിക്കപ്പെട്ടത്. ആലുംമൂട്ടിൽ ഭവനത്തിൽ അനേകം തവണ സന്ദർശനം നടത്തിയിട്ടുള്ള ഗുരുദേവനോട് അടുത്ത് പെരുമാറുവാൻ ഗോവിന്ദന് ധാരാളം അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവിന്ദനെ ഗുരുദേവന് നന്നായി അറിയാമായിരുന്നു. അധ്യാപകനായി ചേർന്ന ശേഷം ഗുരുദേവനെ കാണുവാൻ ഒരു ദിവസം ഗോവിന്ദൻ നെടുങ്കണ്ടിയിൽ നിന്നും ശിവഗിരിയിലെത്തി. അപ്പോൾ സന്ധ്യാനേരമായിരുന്നു. ആ നേരത്ത് ശാരദാ മഠത്തിൻ്റെ മണ്ഡപത്തിലിരുന്ന് സംഗീതസ്വാമികൾ എന്നറിയപ്പെട്ടിരുന്ന സുഗുണാനന്ദ സ്വാമികൾ ഗുരുദേവൻ്റെ ജനനീ നവരത്നമഞ്ജരിയിലെ പദ്യങ്ങൾ അതീവ ഹൃദ്യമായി ആലപിക്കുകയായിരുന്നു. അതിൽ ലയിച്ച് കുറച്ചു നേരം ഗോവിന്ദൻ അവിടെ തന്നെ നിന്നു. അതിനുശേഷം ഗോവിന്ദൻ പർണശാലയിലെത്തി ഗുരുദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ ഗുരുദേവൻ ഗോവിന്ദനെ നോക്കിയിരുന്നതല്ലാതെ എന്തെങ്കിലും പരിചയഭാവം കാണിക്കുകയുണ്ടായില്ല. ചില നേരങ്ങളിൽ ഗുരുദേവൻ അങ്ങനെയായിരുന്നു. വളരെ അടുപ്പവും പരിചയവും ഉള്ളവരെ കണ്ടാൽ അറിയുന്ന ഭാവം പോലും കാണിക്കുമായിരുന്നില്ല. എന്നാൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരോട് ചിലപ്പോൾ വലിയ പരിചയഭാവം കാണിക്കുകയും ചെയ്യുമായിരുന്നു. ഗുരുദേവൻ്റെ ഈ അസാധാരണത്വം അറിയാമായിരുന്നതിനാൽ ഗോവിന്ദന് അതിൽ വിഷമം ഒന്നും തോന്നുകയുണ്ടായില്ല. അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം വീണ്ടും ഗോവിന്ദൻ ശിവഗിരിയിലെത്തി. അന്ന് ഗുരുപൂജയുള്ള ദിവസമായിരുന്നു. ഗുരു പൂജാഭക്ഷണം കഴിച്ച ശേഷം ഗോവിന്ദൻ നേരെ പർണശാലയിലേക്ക് ചെന്നു. ഗുരുദേവന് കാഴ്ചവെക്കാനായി കയ്യിലൊരു പഴക്കുലയും ഉണ്ടായിരുന്നു. ഗോവിന്ദന് ഭക്ഷണം പാകം ചെയ്യുന്ന ശംഖുഭക്തൻ മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പഴക്കുല തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് തൊഴുതു നിവർന്നപ്പോൾ ഗുരുദേവൻ അതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരാളോടെന്ന പോലെ ചോദിച്ചു, ആര്? ഗോവിന്ദൻ. ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാരുടെ മകനാണ്. ഗുരുദേവൻ. ഗോവിന്ദൻ. അത് കേട്ട് ഗോവിന്ദൻ സന്തോഷവാനായി മടങ്ങി. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവ, തവ തിരുപാദം ശരണം തേടും നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 164 ഗുരുദേവൻ്റെ ഭാവപ്രകൃതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.